ആ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ചെറിയൊരു പേസ് കുറവ് പോലെ തോന്നി, പക്ഷേ കമ്പാരിറ്റീവ്ലി ടോട്ടലി സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എൻഡ് ചെയ്തത്. ഷാജി പാപ്പനും കൂട്ടരും തിരിച്ചു വന്നു. ഇനി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പാർട്ട് 2-ലായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എൻഡ് ചെയ്തത്. പടം സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കല്ലാക്കി, ഷാൻ റഹ്മാൻ തെറിച്ച് നിൽക്കുമായിരുന്നു. എല്ലാം കൂടി സൂപ്പർ ആയിരുന്നു. വർക്കൗട്ടായോ? ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിക്കണ പോലെ തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് നല്ല വർക്കൗട്ടായി, തേർഡ് അതിൽ ഇഷ്ടപ്പെട്ടു. പിടിക്കണം. എല്ലാം വർക്കാവുന്നുണ്ട്, എല്ലാം നല്ലതായിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ പഴയ ഒരു ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, സെക്കൻഡ് പാർട്ട് പൊളിയായിട്ട് വരും തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ടിനേക്കാൾ നല്ലതാണ്. എന്നാൽ തേർഡിൻ്റെ അത്രയും സെക്കൻഡിൻ്റെ അത്രയും എത്തുമെന്ന് അറിയത്തില്ല. എന്നാലും നല്ല ഓക്കെ അടിക്കും. ഓവറോൾ നന്നായിട്ട് കണ്ടിരിക്കാൻ നല്ലതായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ലാഗുണ്ട്, അതിൻ്റെ കുഴപ്പമില്ല. ഇടയ്ക്ക് കുറച്ച് ചളിയുണ്ട്, പക്ഷേ കുറേ ഭാഗം നല്ലതായിരുന്നു. നല്ല കോമഡി ഉള്ള ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല വർക്കൗട്ടായി. നല്ല ചില സമയത്ത് ഒരു ചളിയായിട്ടൊക്കെ വരും, ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിപ്പോൾ നമ്മളെല്ലാം കേൾക്കുന്നതല്ലേ, എപ്പോഴും കേൾക്കുന്നത് തന്നെ. അതേ മ്യൂസിക് 2-3 മ്യൂസിക് വേറെ ഉണ്ട്, ഇംഗ്ലീഷ് പാട്ടൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്. വിനായകൻ്റെ അഭിനയം നല്ല അഭിനയമായിരുന്നു. ടെക്നിക്കലി എല്ലാം അടിപൊളിയാണ്. ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെ ആ ഒരു ഗുമ്മുണ്ടോ എന്ന് ഡൗട്ടാണ്. ടൈം ട്രാവലാണ്. കോമഡിയൊക്കെ ഉണ്ട്, ബട്ട് ഫസ്റ്റ് സെക്കൻഡ് വാസനയിലേക്ക് പടം സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കല്ലാക്കി, ഷാൻ റഹ്മാൻ തെറിച്ച് നിൽക്കുമായിരുന്നു. എല്ലാം കൂടി സൂപ്പർ ആയിരുന്നു. വർക്കൗട്ടായോ? ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിക്കണ പോലെ തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അടിക്കണമല്ലോ, അടിക്കും. അതെ അതെ അതെ, അത് തന്നെയാണ്. ഉണ്ട് സെക്കൻഡ് പാർട്ടും ഉണ്ട്. അത് ചേട്ടാ കാണ്, അത് കാണ്. ട്വിസ്റ്റ് ആണ്. അതെ അതെ അതെ, നല്ല ട്വിസ്റ്റ് ആണ്. കൊള്ളാം, പടം കൊള്ളാം. പക്ഷെ ചില ഭാഗം കുറച്ച് ബോറിംഗ് ഉണ്ട്, പക്ഷെ ബാക്കി ഓവറോൾ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ തോന്നി. ഫസ്റ്റ് ഹാഫിൽ ചില പോർഷൻ ഈ ബാക്കിലോട്ട് പോകുമ്പോൾ കുറച്ച് ബോറിംഗ് തോന്നി, പക്ഷെ അല്ലാതെ ഓക്കെ. സെക്കൻഡ് ഇതും കൊള്ളായിരുന്നു, പക്ഷെ സെക്കൻഡ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു ഇതല്ലേ, ടൈം ട്രാവലിംഗിന്റെ. അതെ അതെ, വെയിറ്റിംഗ് ആണ്. അതെ അതെ, അടിപൊളി സിനിമയായിരുന്നു. തിരിച്ചു വന്നു. കുഴപ്പമില്ല, എന്നാലും ബെറ്റർ. പണ്ടത്തെ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പണ്ടത്തെ ആൾക്കാരായിരുന്നു ഒന്നും കൂടെ ബെറ്റർ. കോമഡിയും കാര്യങ്ങളും വർക്കൗട്ടായി, പക്ഷെ കുഴപ്പമില്ല. ഓവറോൾ നല്ല സിനിമയാണ്, ബട്ട് കുറച്ചും കൂടെ സെക്കൻഡ് ആയിരുന്നു. ടൈം ട്രാവൽ വെച്ചാണെങ്കിൽ ബെസ്റ്റ്. ഓക്കെയാണ്. ആ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ചെറിയൊരു പേസ് കുറവ് പോലെ തോന്നി, പക്ഷേ കമ്പാരിറ്റീവ്ലി ടോട്ടലി സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എൻഡ് ചെയ്തത്. ഷാജി പാപ്പനും കൂട്ടരും തിരിച്ചു വന്നു. ഇനി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പാർട്ട് 2-ലായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എൻഡ് ചെയ്തത്. അത് ടൈം ട്രാവൽ ആയിരുന്നു കൺസെപ്റ്റ്. അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോൾ എൻഡ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പാർട്ട് 2 വന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടൊരു പാർട്ട് 2-ന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെയാണ് അത് എൻഡ് ചെയ്തിരിക്കുന്നത്. അത് 100 കോടി അത് ക്ലബിൻ്റെ കേസൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ആട് 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊരു പേസ് ഫീൽ ചെയ്തില്ല. പക്ഷേ സ്റ്റിൽ എൻ്റർടൈനിങ് ആണ് പടം. നല്ല കോമഡി എല്ലാം നന്നായിട്ട് അത്യാവശ്യം വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഒന്നുകൂടെ വർക്ക് ആയത്. ഫസ്റ്റ് ഹാഫ് അത് ബിൽഡ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. അത് ഉറപ്പാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. കോമഡി വർക്കൗട്ടായി, എനിക്കെല്ലാം വർക്കൗട്ടായി. ഉണ്ട്, തോന്നുന്നുണ്ട്. അത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ടൈം ട്രാവൽ ആ ഒരു ഫാക്ടർ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അതുണ്ട്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. സ്പോയിൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് നല്ല വർക്കൗട്ടായി, തേർഡ് അതിൽ ഇഷ്ടപ്പെട്ടു. പിടിക്കണം.
ചേട്ടനെ ഓക്കെ 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 ആ പടം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ടായോ? കുഴപ്പമില്ല, വർക്കട്ടാ. ടൈം ട്രാവൽ മൂവിയാണോ? അതെ അതെ, അത് ഇതുവരെ മിഥുൻ മാനിൽ ചെയ്തതിൽ എനിക്കൊന്ന് ആട് 3 ഏറ്റവും അടിപൊളി ഒരു മൂവിയാണ്. ടൂവിനെക്കാട്ടിലും വണ്ണഞ്ഞാട്ടിലും അത് വേറൊരു തീമിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിലോട്ട് തന്നെ പോകുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. കോമഡി ഉണ്ടായിരുന്നല്ലോ? ഉണ്ട്, നല്ല വർക്കൗട്ടാണ്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ കോമഡിയും വർക്കൗട്ടായോ? വർക്കൗട്ടായി. രാജ്പാപ്പനും കൂട്ടരും എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. എന്താർത്ഥം ടൈം ട്രാവൽ മൂവിയായിരുന്നു? അതെ ആണ്. കോമഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കോമഡി അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് സുഖം, സെക്കൻഡ് ഹാഫ് അത്യാവശ്യം അടിപൊളി. ഇനി ഇതിന്റെ അടുത്ത പാട്ട് വരുമായിരിക്കും. ടൈം ട്രാവൽ മൂവിയായിരുന്നു? ടൈം ട്രാവൽ മൂവി. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു? മൂവിയാണോ? ടൈം ട്രാവലാ ഫുള്ള്. മൂടോടെ ആയിരിക്കുമോ? അതറിയത്തില്ല, അടിക്കുമായിരിക്കും. കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കോമഡി ഫുൾ ടൈം കോമഡി. ചിരിക്കാനുണ്ട്, കുറേ ചിരിക്കാനുണ്ട്. ആട് ഫസ്റ്റാണോ സെക്കൻഡാണോ തേർഡാണോ ഇഷ്ടം? ഇപ്പൊ തേർഡ് ടോപ്പ് എത്തി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ അതിന്റെ ടോപ്പ് എത്തും. പൊളിക്കും. ഓക്കെ. കൊള്ളാം. കാണാൻ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. കോമഡിയൊക്കെ കാര്യങ്ങളൊക്കെ കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ ടൈം ട്രാവലറാണോ മൂവി? ടൈം ട്രാവലറാണ്. ആട് ഫസ്റ്റാണോ സെക്കൻഡാണോ തേർഡാണോ ഇഷ്ടപ്പെട്ടത് കണ്ടത് വെച്ച്? അങ്ങനെ കഴിഞ്ഞാൽ ഫസ്റ്റാണ്. ഫസ്റ്റ്. തേർഡിന്റെ ഇനി സെക്കൻഡ് പാർട്ടും കൂടെ വരാനില്ലേ? അത് കാണാനായിട്ട് താല്പര്യമുണ്ടോ? കുഴപ്പമില്ല, കാണാം, കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിൾ ആണ് മൂവി. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്റർടൈനർ ആണ്. വൺ ടൈം വാച്ചബിളാണ് ഇവിടെ. കോമഡിയും കാര്യങ്ങളൊക്കെ കോമഡിയൊക്കെ വർക്കൗട്ടായിരുന്നു. ആടിന്റെ ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ തേർഡ് പാർട്ടാണോ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ്. ഫസ്റ്റ്.